ഞാൻ ഇന്ന് അച്ചിങ്ങ അഥവാ ലോങ് ബീൻസ് കൊണ്ടുള്ള ഒരു മെഴുക്ക് പുരട്ടിയാണ് ഉണ്ടാക്കുന്നത്. മലയാളികൾക്ക് വളരെയേറെ ഇഷ്ടമുള്ള ഒരു മെഴുക്ക് പുരട്ടിയാണിത്. അച്ചിങ്ങ അഥവാ ലോങ് ബീൻസ് ലെഗ്യൂം ഫാമിലിയിൽപ്പെട്ടതാണ്. അതുകൊണ്ട് ഇതിൽ ധാരാളമായി പ്രോട്ടീൻ അടങ്ങിയിട്ടുണ്ട്. അതുകൂടാതെ വൈറ്റമിൻ എ, തയാമിൻ, റിബോഫ്ലാവിൻ, അയൺ, ഫോസ്ഫറസ്, പൊട്ടാസ്യം, വൈറ്റമിൻ സി ഇവയെല്ലാം കൊണ്ട് ഇത് സമ്പുഷ്ടമാണ്. ഞാൻ ഇന്നിവിടെ ഒരു കെട്ട് ഏകദേശം 250 ഗ്രാം അച്ചിങ്ങയാണ് എടുത്തിരിക്കുന്നത്. ആദ്യം ഈ പയർ നല്ലപോലെ കഴുകി വീഡിയോയിൽ കാണിച്ചിരിക്കുന്നത് പോലെ അരിഞ്ഞെടുക്കണം. കൂടാതെ 4 ചെറിയ ഉള്ളി, 10 വെളുത്തുള്ളി, 3 പച്ചമുളക്, കുറച്ച് കറിവേപ്പില ഇവയും കൂടി മെഴുക്ക് പുരട്ടിക്ക് ആവശ്യമാണ്. എൻ്റെ കയ്യിൽ കറിവേപ്പില ഇല്ലാത്തത് കൊണ്ട് ഞാൻ എടുത്തിട്ടില്ല. ആദ്യം ചെറിയ ഉള്ളിയും വെളുത്തുള്ളിയും നല്ലപോലെ ചതച്ചെടുക്കണം. അരിഞ്ഞ അച്ചിങ്ങാപ്പയർ കുക്കറിലെടുത്ത് 3 പച്ചമുളകും 1/2 ടേബിൾ സ്പൂൺ ഉപ്പും ചേർത്ത് കുറച്ച് വെള്ളം കൂടി തളിച്ചു കൊടുത്ത് വിസിൽ വരുന്നതിന് തൊട്ട് മുമ്പ് വരെ വേവിക്കുക. അതിനുശേഷം കറി ഉണ്ടാക്കാൻ ഉദ്ദേശിച്ച പാൻ സ്റ്റവിൽ വെച്ച് 2 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ച് 1/2 ടീസ്പൂൺ കടുക് പൊട്ടിച്ച് ചതച്ച ചേരുവകൾ ചേർത്ത് നല്ലപോലെ വഴറ്റി ഉള്ളി മൂത്ത് വരുമ്പോൾ 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടി ചേർത്ത് വഴറ്റുക. എരിവ് കൂടുതൽ വേണമെന്ന് ആവശ്യമുള്ളവർ ചതച്ച മുളക് കൂടി ഈ സമയത്ത് ചേർക്കാവുന്നതാണ്. മുളക് നല്ലപോലെ മൂത്ത് വരുമ്പോൾ വേവിച്ച പയർ കൂടി ചേർത്ത് മീഡിയം ഫ്ലെയിമിലിട്ട് അധികമുള്ള വെള്ളം വറ്റിച്ചെടുക്കുക. അതിനുശേഷം ലോ ഫ്ലെയിമിലിട്ട് നല്ലപോലെ വഴറ്റി മുരിച്ചെടുക്കണം. ഇത് ഏകദേശം 5 മുതൽ 10 മിനിറ്റ് വരെ വഴറ്റിയെടുത്താൽ മെഴുക്ക് പുരട്ടിയുടെ രുചി കൂടും. സമയം കുറവുള്ളവർ മുരിച്ചെടുക്കണമെന്നില്ല. അങ്ങനെ വളരെ പെട്ടെന്ന് രുചികരമായ ഒരു അച്ചിങ്ങ മെഴുക്ക് പുരട്ടി ഇവിടെ തയ്യാറായി.